സംബന്ധിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റിമസി ബന്ധത്തിനകത്തേക്ക്, കർത്താവുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തേക്ക് നിങ്ങളൊന്ന് സിങ്ക് ആകാനായിട്ട്, ഒന്ന് കണക്റ്റഡ് ആകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സോ ആ ബന്ധം ശക്തമായി കഴിയുമ്പോൾ ആസ്വാദനം ശക്തമാകും. പിന്നെ നമ്മുടെ രീതികളിലെല്ലാം വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ കേവലം ഒരു ആംഗിളിൽ മനുഷ്യനായിട്ടുള്ള ചിന്തയിലിരിക്കുമോ. പക്ഷേ ദൈവം എൻ്റെ അപ്പനാണെന്ന് പറയുന്ന സമയത്ത് ആ അപ്പനും ഞാനും തമ്മിലുള്ളൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങുമ്പോൾ, ആ ആസ്വാദനം അവരുടെ ശക്തമായി തുടങ്ങുമ്പോൾ, ദൈവം എൻ്റെ അപ്പനെന്ന് പറയുമ്പോൾ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഈ യൂണിവേഴ്സ് ആരുടെ സ്വന്തമാണ്? ഈ പ്രപഞ്ചം ആരുടെ സ്വന്തമാണ്? സകലവും ദൈവത്തിൻ്റെ സ്വന്തമാണ്. ആ അപ്പൻ്റെ മോനാകുമ്പോൾ അത് സകലതും എൻ്റെയും കൂടെയാണ്, അല്ലേ? പിന്നെ ഞാൻ ഒരേക്കറിൻ്റെ കണക്ക് പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ബാങ്ക് ബാലൻസ് അറിയേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരാ? ഈശ്വരനാ. അദ്ദേഹത്തിൻ്റെ മോനെന്ന് പറയുമ്പോൾ എൻ്റെ ആസ്തി എന്തായി? അത് നോട്ട് ഇൻ ടേംസ് ഓഫ് ബാങ്ക് ബാലൻസോ ഭൂമിയുടെ സ്വത്തോ അതിർവരമ്പുകളോ അല്ല. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു തരത്തിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങാം. അപ്പോൾ ഒരിക്കൽ യേശു 30 വയസ്സായപ്പോൾ, 30 വയസ്സ് വരെ യേശുവിനൊന്നും അറിയത്തില്ല. 30 വയസ്സ് വരെ യേശുവിനൊന്നും അറിയത്തില്ല. സാധാരണ അപ്പനും അമ്മയ്ക്കും മകനായി ദേവാലയത്തിലൊക്കെ പോയി അവരുള്ള ആൾക്കാരൊക്കെ തർക്കിച്ചും ബാധിച്ചും ഇങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. 30ാമത്തെ വയസ്സിൽ സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി കേൾക്കുക, എടാ നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുക. ആരാ പറഞ്ഞത്? പിതാവാം ദൈവം പറയുക, എടാ നീ എൻ്റെ പുത്രനാ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുക. എന്ത് എസ്റ്റാബ്ലിഷായി? ഒരു ബന്ധം എസ്റ്റാബ്ലിഷായി. അപ്പോൾ സ്വർഗത്തിൽ ദൈവം ആരാ? അപ്പം ജീസസിൻ്റെ ആ തോട്ട് പാറ്റേൺ എന്ന് പറയാം. അതുപോലെ ആശാരിയുടെ മകൻ, ആശാരിക്ക് എന്തോരം വെയിറ്റ് ഉണ്ട്, എന്തോരം സ്റ്റാറ്റസ് ഉണ്ട്. യേശുവിൻ്റെ അപ്പനാരായിരുന്നു? ആശാരി. ആശാരിയുടെ മകൻ്റെ ആറ്റിറ്റ്യൂഡും സ്വർഗത്തിലെ ദൈവം എൻ്റെ അപ്പനെന്ന് പറയുമ്പം കിട്ടുന്ന ആറ്റിറ്റ്യൂഡും തമ്മിൽ ആനയും ആട്ടുകുട്ടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം മാറുന്നത്. ഞാൻ ദൈവപുത്രനാണ്, സ്വർഗത്തിലുള്ളത് എൻ്റെ അപ്പനാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു കുരുടൻ വന്ന ഇന്നലെ വരെ പോക്കറ്റ് തപ്പി തൊട്ടടുത്ത് കൊടുത്തുകൊണ്ടിരുന്നവൻ ഇപ്പോൾ പറയുക, ഇപ്പം എന്താ പറയുന്നത്? സൗഖ്യമാക്. കുരുടൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയും, മുടന്തം വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കണമെന്ന് പറയും. കണ്ണ് കണ്ടുവിടാത്തവൻ വന്നു കഴിഞ്ഞാൽ സൗഖ്യം കൊടുക്കും. മുടന്തം വന്നു കഴിഞ്ഞാൽ കൈക്ക് പിടിച്ച് എഴുന്നേറ്റ് നടക്കണമെന്ന് പറയും. ചത്ത് 4 ദിവസമായ കല്ലറയ്ക്കൽ ചെന്നിട്ട് ലാസറേ എഴിച്ചു വാന്ന് പറയും. ഇതൊക്കെ ആർക്കേ പറ്റത്തുള്ളൂ? ഇതൊക്കെ സ്വർഗത്തിൽ അപ്പനെ പറ്റത്തുള്ളൂ. ആ അപ്പൻ്റെ മകനാണെങ്കിലോ ചുമ്മാ പറ്റൂല്ലേ? പറ്റില്ലേ? ഇപ്പം ജ്യോതി ആരാ? അപ്പോൾ ആ നിലവാരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നിലവാരത്തിൽ ജീവിക്കാൻ പറ്റും. ഇപ്പം ആനാരാ? ശരിക്കുള്ള അപ്പൻ്റെ പേരെന്താ? ജോസഫ്. യേശുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അല്ലേ? ഇപ്പം ജോസഫ് ആണോ അച്ഛനെന്ന് യേശുവിനോട് ചോദിച്ചാൽ പറയും, അങ്ങനെ എൻ്റെ വളർത്തച്ഛൻ. എൻ്റെ ശരിക്കുള്ള അച്ഛനാരാ? സ്വർഗത്തിലെ ദൈവം. അപ്പം ഇനി ആനെന്ത് പറയണം? എൻ്റെ ഈ ബയോളജിക്കൽ സ്ട്രക്ചർ തന്നത് ജോസഫ് എന്ന് പറയുന്ന പുരുഷനാണ്. പക്ഷേ ശരിക്കുള്ള എൻ്റെ അപ്പനാരാ? സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങും, തിങ്കിങ് പാറ്റേൺ മാറാൻ തുടങ്ങും. അപ്പോൾ ഇന്നലെ വരെ എന്തെങ്കിലും ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കായികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും രീതിയിലൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് അവൻ്റെ അന്തരീക്ഷത്തെ തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ പവറുണ്ട്. കാരണം നമ്മൾ ആരാ? ഇതിനെയൊക്കെ ഉണ്ടാക്കിയ വ്യക്തിയുടെ മകനാണ് നമ്മൾ. സോ ആ ഒരു എൻവോൺമെൻറ്റിനെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പവർ അപ്പൻ്റെ മകൻ എന്നുള്ള നിലയിൽ ആർക്കുണ്ട്? നമുക്കുണ്ട്. പക്ഷേ ഈ രീതി ചിന്തിച്ചു തുടങ്ങണം. ആ അപ്പൻ്റെ പവറിൽ എൻ്റെ പുത്രത്വത്തിൽ ഞാൻ എന്ത് ചെയ്യണം? വിലയിരുത്തി തുടങ്ങണം. അത് അപ്പനെന്ന് പറഞ്ഞിട്ട് ഞാനും ഇപ്പോഴും മനുഷ്യൻ്റെ കണ്ണാടിയും വെച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ഏത് കണ്ണാടി മാറ്റണം? ഈ മനുഷ്യത്വത്തിൻ്റെ കണ്ണാടി മാറ്റിയിട്ട് ഏത് കണ്ണാടി ഫിറ്റ് ചെയ്യണം? ആ ദൈവീകത്വത്തിൻ്റെ കണ്ണാടി ഫിറ്റ് ചെയ്യണം. യേശുവിൽ സംഭവിച്ച വ്യതിയാനം അതായിരുന്നു.
30 വയസ്സ് തൊട്ട് പിന്നെ 3.5 വർഷക്കാലം അദ്ദേഹം ഏത് കണ്ണാടി വെച്ചുകൊണ്ട് നടന്നത്? ആ കൂടിയ റൈബൻ ഗ്ലാസ് പോലെ ആ ഡിവൈനിറ്റിയുടെ കണ്ണാടി അവനെ വെച്ചുകൊണ്ട് നടന്നു. പണ്ട് സോഡാ കുപ്പിയുടെ ആ അതെ ആ പോരട്ടെ.